തിരികെ വാർത്തയിലേക്ക്. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ധാരണയിലെത്തുന്നതിന് മുൻപ് ട്രംപ് തന്റെ രാജ്യം സന്ദർശിക്കണമെന്ന് വ്ളോഡിമിർ സെലൻസ്കി. യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഉക്രൈന്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കണം. മെയ് മാസത്തിൽ ട്രംപ് റഷ്യ സന്ദർശിക്കുമെന്ന സൂചനകൾ നിലനിൽക്കുമ്പോഴാണ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സെലൻസ്കി ഇക്കാര്യം അറിയിച്ചത്. യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് ധാരണയിലെത്താനുള്ള നീക്കങ്ങൾ അമേരിക്ക ശക്തമാക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇത് സംബന്ധിച്ച് പലതവണ ചർച്ചകളും നടന്നു കഴിഞ്ഞു. മാത്രമല്ല, മെയ് മാസത്തിൽ ട്രംപ് റഷ്യ സന്ദർശിക്കുമെന്ന സൂചനകളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വോളോഡിമിർ സെലൻസ്കി ട്രംപിനോട് ആവശ്യമുന്നയിച്ചത്. തന്റെ രാജ്യത്തെ സിവിലിയന്മാരും പട്ടാളക്കാരും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ നേരിട്ട് കാണണമെന്നും ട്രംപിനോട് സെലൻസ്കി ആവശ്യപ്പെട്ടു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ. ഇക്കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ ശക്തമായ ആക്രമണം റഷ്യ നടത്തിയിരുന്നു. മധ്യ യുക്രൈനിലെ സുമി നഗരത്തിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 34 പേർ കൊല്ലപ്പെടുകയും 130ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിന് മുമ്പാണ് അഭിമുഖം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി എതിർക്കുകയാണ്. ട്രംപും ആക്രമണത്തെ അപലപിച്ചിരുന്നു. യുക്രൈന് മികച്ച സൈനിക സഹായം ഉറപ്പാക്കുന്നതിന് നടപടികൾ ബ്രിട്ടൻ തുടരുകയുമാണ്. ഇക്കഴിഞ്ഞ ദിവസം $58 കോടി ആയുധ പദ്ധതി ബ്രിട്ടനും നോർവേയും ചേർന്ന് യുക്രൈന് ലഭ്യമാക്കിയതായി അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബ്ലൂ ഓറിജിന്റെ NS-31 ബഹിരാകാശ ദൗത്യം വിജയകരം. കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച് ക്രൂ ക്യാപ്സ്യൂൾ തിരിച്ചെത്തി. ദൗത്യം 10 മിനിറ്റോളം നീണ്ടുനിന്നു. ദൗത്യ സംഘങ്ങളെല്ലാം വനിതകൾ എന്നതായിരുന്നു ശ്രദ്ധേയം. പ്രശസ്ത ഗായിക കാറ്റി പെറി ഉൾപ്പെടെ 6 വനിതകളാണ് ദൗത്യത്തിൽ ഉൾപ്പെട്ടത്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബോസസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബ്ലൂ ഓറിജിൻ എന്ന ബഹിരാകാശ കമ്പനി. ബഹിരാകാശ പറക്കൽ പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ബന്ധപ്പെട്ടായിരുന്നു ദൗത്യം.